Hey guys, welcome back to my channel. So നമ്മളൊരിടത്തേക്ക് പോവാണ് ഹോസ്റ്റലിൽ നിന്ന്. അപ്പം രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് ഞാനും ചൂരിയും ഫോൺ എടുത്ത് കുത്തിയിടുന്നുണ്ട്. ഞാനും ചൂരിയാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഫോണൊക്കെ എടുത്തിട്ട് കുത്തിയിടുന്നുണ്ട്, ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, ഇപ്പം സമയം 5:30 ആവുന്നു. നമ്മളൊന്ന് യൂണിവേഴ്സിറ്റി കോളേജ് വരെ പോകാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ എണീറ്റു 4 മണിക്ക് എണീറ്റ് ഫോൺ നമ്മൾ വെക്കൂല, എന്നിട്ട് എണീറ്റ് വന്ന് ഫോണൊക്കെ കുത്തിയിട്ടു. എന്നിട്ട് കുറച്ച് നേരം കിടന്നു. 5 മണിയായപ്പോൾ എണീറ്റു. വേഗം ഷടപടയും ഒരുങ്ങി, സമയം ഒട്ടുണ്ടായില്ല. ഇപ്പോൾ ഇത് ഒരുങ്ങി കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം. നാട്ടിനൊക്കെ വിളിച്ച് ഗേറ്റൊക്കെ തുറന്ന് 5:45 ആകുമ്പോൾ ഇറങ്ങണം. 6 മണിക്ക് ഇവിടുന്ന് വണ്ടിയുണ്ട്, നടന്ന് അവിടെ ചെല്ലണം. അപ്പോൾ അതിന് പോകാനാണ് പ്ലാനെന്നല്ല, അതിനെ പോയേ പറ്റുള്ളൂ, എങ്ങനെ അവിടെ എത്തുള്ളൂ. അപ്പോഴത്തേക്കിനും നമുക്ക് പോവാം. ഗൈസ്, ഇവിടെ ആരും എണീറ്റിട്ടില്ല എന്ന് തോന്നുന്നു. സോ അടുക്കളയിൽ 5 വരെ പോയിട്ടുണ്ട്. വാർഡൻ എന്തെങ്കിലും നമുക്ക് വിളിക്കണം, എന്നിട്ടാണ് ഗേറ്റ് തുറക്കുക. ഗൈസ്, രാവിലെ ആവുന്നേ ഉള്ളൂ. അപ്പുറത്തെ മലയിൽ ഫുൾ വീടിൻ്റെ വെട്ടം. ഓ മൈ ഗോഡ്, ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടുകാരൊന്നും ഇല്ലാണ്ട് ഇത്ര പാതിരാവിലെ എവിടെയെങ്കിലും പോകുന്നത്, അതറിയാത്ത സ്ഥലത്ത്. ഗൈസ്, ഇവിടെ ഒരു വണ്ടിയും തുറന്നിട്ടില്ല, വണ്ടിയും തുറന്നിട്ടില്ല, കടയും തുറന്നിട്ടില്ല. വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഇവിടെ പള്ളിയൊക്കെ തുറന്ന് ഭയങ്കര ഇതാണ്. 5:45 കറക്റ്റ് 6 മണിക്ക് ഒരു ബസ് പാസ് ചെയ്യും. അതിന് പോയില്ലെങ്കിൽ പിന്നെ പണി പാടും. സോ എല്ലാവരും പള്ളിയിലൊക്കെ പോകാനുള്ള ആൾക്കാരുള്ളതുകൊണ്ടൊരു സമാധാനം. സ്റ്റാൻഡിലെത്തി, നല്ല മഴയുണ്ട്, ഒടുക്കത്തെ വിശപ്പ്, അതും നല്ല മുടിഞ്ഞ തിരക്ക്. ഒരു സൂചി കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. ആടി തൂങ്ങിയ ഞാനും ചുരി വന്നത്. ഇപ്പോൾ സ്റ്റാൻഡിലെത്തി എന്തെങ്കിലും തിന്നാൻ കിട്ടും നോക്കുക. എനിക്ക് വിശന്നിട്ട് എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരിക, ഒരുമാതിരി കരച്ചിൽ വരുന്ന വിശന്നിട്ട് ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതാണ്. സമയം 6:30 ആയിട്ടേ ഉള്ളൂ. അത് ഞങ്ങളൊരു ബേക്കറി പോലത്തെ കടയിൽ കയറി. പക്ഷെ അവിടെ ജസ്റ്റ് ഉള്ളിവട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിച്ചാൽ വിശപ്പ് മാറില്ല. രാവിലെ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. വിശപ്പ് മാറില്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും ഹോട്ടലിൽ തപ്പി ഇറങ്ങി. അപ്പോൾ ഇതൊരു വലിയ ഹോട്ടൽ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെ കയറാൻ വേണ്ടിയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു. പക്ഷേ വിശപ്പ് കാരണം ഞങ്ങൾ കയറി. ഗൈസ്, ഞങ്ങളിവിടെ ഒരു ഹോട്ടലിൽ കയറി. ശരി, ആക്റ്റീവായിട്ടിരിക്കുക, ആക്റ്റീവ് കണ്ടിരിക്കുക. ഇവിടെ ഒരാൾ ഉറക്കം തൂങ്ങി, എനിക്ക് ആടി തൂങ്ങി വന്നതിൻ്റെ ക്ഷീണമാണ്. ഹായ് ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, കുറേ തപ്പിയിട്ടാണ്. ഗൈസ്, നമ്മുടെ ഇടിയപ്പം കടലക്കറി വന്നു. നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഇവിടെ വന്നിട്ട് ഹോട്ടലിലൊക്കെ കഴിക്കുന്നല്ലേ, എന്ത് തോന്നുന്നു? തണുത്ത് വിറച്ച്. ഓ, അതുകൊണ്ട് കൊള്ളില്ല. മതി. ഗൈസ്, കഴിച്ച് സ്റ്റാൻഡിൽ വന്നു. അപ്പം റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കോട്ടയം പാല ആ ബസ്സിന് ഉണ്ടായിരുന്നു പോകാൻ നിന്നത്. അപ്പോൾ അത് നോക്കി നിൽക്കായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടിൽ കിടന്ന ബസ് പോയി. ഞങ്ങൾ അത്രയും നേരം അതെല്ലാം കരുതിയിരുന്ന ബസ്സായിരുന്നു. എന്നിട്ട് ഞങ്ങളൊരു ബസ്സിൽ കയറി. എന്നിട്ട് കയറി കഴിഞ്ഞപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാറായതിന് മുമ്പ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അടിമാലി ബസ്സായിരുന്നു. അപ്പോൾ അത് പകുതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടി വേറെ ബസ്സിനൊക്കെ കയറി. ഭയങ്കര കോമഡി ആയിരുന്നു ഞങ്ങൾ. ഗൈസ്, ഞങ്ങൾ ഏറ്റുമാനൂർ എത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഗൈസ്, നോക്കണം. അവർ ഓടുകയാണ്. എനിക്കിങ്ങനെ പതുക്കെ പോയി ഓടാൻ പറ്റില്ല. ഫൈനലി ഇവിടെ യൂണിവേഴ്സിറ്റിയിലെത്തി. ഇത്ര തിരക്ക് പിടിച്ച് എങ്ങനെയാണ് വന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. വരുന്ന വണ്ടിയിലെല്ലാം തൂങ്ങി പിടിച്ച് ഭയങ്കര സീനായിരുന്നു. ഒരു വിധത്തിൽ എത്തിയത്. പിന്നെ ഇനി എത്തിയിട്ട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. വെയിലുണ്ട്, ഇത്രയും നേരം മഴയൊക്കെ ആയിരുന്നു. സോ അകത്ത് ചെന്നിട്ട് കാണാം. അവിടെ കുറേ നടക്കാനും കാണാനും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവിടെ നല്ലൊരു ആംബിയൻസ് ആട്ടോ. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് തിരിയണോ ഇങ്ങോട്ട് തിരിയണോ സംശയത്തിൽ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ടങ്ങ് പോയി. ഏതായാലും അവിടെ തന്നെയാണ് ചെന്ന് പെട്ടത്. അപ്പം നല്ല രസമായിട്ട്. ഇത് ഞാൻ കുറേ നാൾ മുമ്പ് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ പോയതാണ്. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് തന്നത് കേട്ടോ. കുറച്ച് ലാഗ് വന്നു. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് എല്ലാവരും ഒന്ന് ഒരുങ്ങാന്ന് വെച്ചു. കാരണം ബസ്സിൽ വന്ന് ഫുൾ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലാസ്സിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തേ ഇല്ല. ഫുൾ ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ സൂര്യ ചെറുതായിട്ട് ഒരു ഭാഗം എടുത്തതാണത്.
എന്നിട്ട് ഞങ്ങൾ അവിടെ ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു തോന്നി. അത് ഞാൻ കുടിച്ചില്ല, പക്ഷേ എല്ലാവരും കുടിച്ചിട്ട് വന്നിട്ട് കോൺഫിഡൻസ് ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു, എനിക്ക് ഡേറ്റ്സ് പിക്കിൾ ഉണ്ടായിരുന്നു ഗൈസ്, അതിൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ ഡെസേർട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് ക്ലാസ്സിൽ കയറി. കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെ കുറേ ഗ്രൂപ്പായിട്ട് തിരിച്ചു. ഒരു 1 തൊട്ടൊരു 10 വരെ ഗ്രൂപ്പ് എടുത്തിട്ട് അങ്ങനെ തിരിച്ചു. എൻ്റെ ഗ്രൂപ്പിൽ ഫുൾ എനിക്കറിയാത്ത ആൾക്കാരായിരുന്നു, പക്ഷേ രസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് കുറേ തീം തന്നിട്ടുണ്ടായിരുന്നു, യൂത്ത് എംപവർമെൻറ്റ് ത്രൂ AI ആൻഡ് ഡിജിറ്റൽ സ്കിൽസ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൽ പോയി പെർഫോം ചെയ്യണം എല്ലാവരും, ഗ്രൂപ്പ് മെമ്പേഴ്സ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഓരോരുത്തർ 2 പേരെ വീതം വെച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത്യാവശ്യം നല്ലതായിരുന്നു, കിടുവായിരുന്നു. നമ്മൾ കുറച്ച് ഫണ്ണായിട്ടൊന്ന് ഭയങ്കര കോമഡി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന 2 ചേട്ടന്മാർ ഞങ്ങളുടെ ടീമിലാണ് കേട്ടോ. അവർ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ബെസ്റ്റ് ടീമിനും ബെസ്റ്റ് പെർഫോമറിനും ഉള്ള ഗിഫ്റ്റ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ഗൈസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഭയങ്കര അടിപൊളി ക്ലാസ്സായിരുന്നു. ഉച്ച കഴിഞ്ഞ് ആക്ടിവിറ്റീസ് ആയിരുന്നു. വലിയ ആക്ടിവിറ്റീസും വലിയൊരു ആക്ടിവിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷെ അടിപൊളിയായിരുന്നു. ഫുൾ എന്താ പറയുക, ഒരു കിടിലായിരുന്നു. നമ്മളറിയാത്ത കുറേ പേരായിട്ട് ഗ്രൂപ്പൊക്കെ ആയിട്ട് അവരെ പരിചയപ്പെട്ട് അവരുടെ കൂടെ ഒരു വർക്കൊക്കെ ചെയ്യാന്ന് പറയുമ്പം റിയലി റിയലി ഫൺ. ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നിന്ന ഗ്രൂപ്പാണ് ജയിച്ചത്. എന്നിട്ടത് ഭയങ്കര ബഹളവും ഗിഫ്റ്റ് കിട്ടലും ഭയങ്കര രസമായിരുന്നു. സൂര്യക വേറെ ഗ്രൂപ്പായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വന്ന എല്ലാം വേറെ വേറെ ഗ്രൂപ്പായിരുന്നു. അത് ഞങ്ങൾ ജയിച്ചു. ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മൾ തിരിച്ച് നടക്കുകയാണ്, കുറച്ച് നടക്കാനുണ്ട്. ഇനി എപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലെത്തുമെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ 4 മണിയൊക്കെ കഴിഞ്ഞു. സോ അവിടുന്ന് വന്ന ബസ്സിൽ ഒരു സൂചി കുത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഭയങ്കര ക്ഷീണമായിപ്പോയി. നിന്ന് മടുത്തു. സൂര്യയൊക്കെ അവിടെ തലകുത്തിയിരിക്കണം, അവിടെ മടുത്തിട്ടിരിക്കുക. അപ്പോൾ ഒരു നാരങ്ങവെള്ളം കുടിക്കാൻ ഞങ്ങൾ കയറി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുണ്ടായിരുന്നു, വേറെ ഏതോ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് പോകാനുണ്ടായിരുന്നു. അങ്ങനെ പ്രൈവറ്റ് സ്റ്റാൻഡിലോട്ട് ഞങ്ങൾ നടക്കണം. വന്ന കോലേ എല്ലാവർക്കും. ഗൈസ് ഞങ്ങളിപ്പം ഇവിടെ ഈരാറ്റുപേട്ടയിലെ സ്ഥലത്തെത്തി. ഇവിടുന്ന് 7 മണിക്കാൻ കണ്ടാന്ന് തോന്നുന്നു ബസ്. ഇപ്പോൾ 6:30 കഴിഞ്ഞു. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്നാണെങ്കിലും ഹോസ്റ്റലെത്തുമ്പോൾ ലേറ്റായി നല്ല ഇരുട്ടായി തുടങ്ങിയല്ല. ബെഡൊക്കെ ഇട്ടു, കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. സോ അത് മടുത്തു എന്ന് പറഞ്ഞാൽ മടുത്ത് തുന്നം പാടിയിരിക്കുകയാണ്. അപ്പം ഏതായാലും ഹോസ്റ്റലിൽ ചെന്നിട്ട് കിടന്നുറങ്ങിയാൽ മതി. മടുത്ത് ഗൈസ്, ഇത്രേ ഉള്ളൂ, മടുത്തു ഗൈസ്. അപ്പോൾ 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 7:30 ആവും ബസ്സെന്നാണ് പറഞ്ഞത്, പക്ഷെ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എന്താ പറയുക, നല്ല ഇരുട്ട്. ഞാനും ചൂരും പ്രിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ വീട്ടിൽ പോയി. ഞങ്ങൾ ഹോസ്റ്റലിൽ പോകാനുള്ളതുകൊണ്ട് കുറച്ച് ഇതായിപ്പോയി, അവിടെ എത്താൻ ലേറ്റ് ആവും. അങ്ങനെ ഞങ്ങൾക്ക് ബസ് കിട്ടി. നൈറ്റ് നല്ല രസമായിരുന്നു കേട്ടോ ബസ്സിലിരിക്കാനായിട്ട്. പക്ഷെ മടുത്തതുകൊണ്ട് ഇത്രയും വേഗം ഹോസ്റ്റലിലെത്തി കട്ടിലോട്ടൊന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി എത്തി. ഒരു ഏകദേശം 7:45 ആയെന്ന് തോന്നുന്നു ഞങ്ങളെത്തി. നമ്മളവിടെ എത്തി. ഹോട്ടലിൽ പോകാൻ എല്ലാവരും പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് 3 പേർക്ക് ഇങ്ങനെ ഈ ഓട്ടോയ്ക്ക് പൈസ തരാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ പോയില്ല, നടന്നു പോയി. കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ ഹോസ്റ്റലിലെത്തി.